ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ലാബിൻ്റെ പേര് പാസ്വേഡ് റീസെറ്റ് ബ്രോക്കൺ ലോജിക്. അപ്പോൾ ഈ ലാബിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർലോസിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്തുകൊണ്ട് കാർലോസായിട്ട് ലോഗിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഓൾറെഡി വീനറിൻ്റെ ക്രെഡൻഷ്യൽസ് വന്നിട്ടുണ്ട്, പിന്നെ വിക്ടിമിൻ്റെ പേരെന്നാണ് കാർലോസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാർലോസിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പ് നമുക്ക് വീനറിൻ്റെ റീസെറ്റ് മെക്കാനിസം, അതായത് വീനറിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അതായത് എങ്ങനെയാണ് എന്തൊക്കെ റിക്വസ്റ്റ് പോകേണ്ടത് നോക്കാം. അതിന് വേണ്ടി വീനറിന് സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് ഇമെയിലിൻ്റെ ഇതിൽ പോകുമ്പോൾ ഫിഷ് എന്നിട്ട് നമുക്ക് റീസെറ്റ് ഓപ്പൺ കിട്ടിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പാസ്വേഡ് സെറ്റ് ചെയ്യുക. വീനർ 1 2 3 4 വീനർ 1 2 3 4 സബ്മിറ്റ് കൊടുക്കുക. എന്തുണ്ട് നമുക്ക് ഇങ്ങനെയാണ് വീനറിൻ്റെ പാസ്വേഡ് റീസെറ്റ് വർക്കിംഗ് നടക്കുന്നത്. അതായത് ഒരു പാസ്വേഡ് റീസെറ്റ് ടോക്കൺ ഉണ്ട്, എന്ത് ചെയ്യുക, പിന്നെ യൂസർ നെയിം കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, ഈ പാസ്വേഡ് റീസെറ്റ് ടോക്കൺ നമുക്കൊരു എംപ്റ്റി വാല്യൂ എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് വീനർ എന്ന് പറഞ്ഞ യൂസർ നെയിം മാറ്റിയാണ് എന്ത് ചെയ്യുക, കാർലോസ് വിക്ടിമിൻ്റെ യൂസർ നെയിം കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. എന്ത് ചെയ്യും, നമുക്ക് 3 നോട്ട് ഫോൺ കിട്ടി. ഫോർ റിഡക്ഷൻ എടുക്കുമ്പോൾ 200 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കാർലോസ് എന്ന യൂസറിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം നോക്കണ്ടേ. അതായത് ഈ വീനറിൻ്റെ പാസ്വേഡ് ചെയ്യുമ്പോഴുള്ള ഈ വീനറിൻ്റെ പാസ്വേഡ് വെച്ചിങ്ങാണ്ട് നമുക്ക് കാർലോസിൻ്റെ ചേഞ്ച് ചെയ്യണം നോക്കണം. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാം, കാർലോസ് കൊടുക്കുക. പിന്നെ പാസ്വേഡ് എന്താ കൊടുത്തിട്ടുള്ളത്, വീനർ 1 2 3 4. ഇത് കോപ്പി ചെയ്യുക, സബ്മിറ്റ് ലോഗിൻ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സക്സസ്ഫുള്ളി കാർലോസായിട്ട് ലോഗിനായി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീനറിൻ്റെ പാസ്വേഡ് റീസെറ്റ് നോക്കണം. എന്താണ് പാസ്വേഡ് റീസെറ്റ് വെച്ചിങ്ങാണ്ട് നമ്മൾ എന്ത് ചെയ്യും, യൂസർ നെയിം ചേഞ്ച് ചെയ്തിങ്ങാണ്ട് ഈ ഫോർഗോട്ട് പാസ്വേഡ് ടോക്കണിൽ നമ്മൾ ജസ്റ്റ് നമുക്ക് ഒരു ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക, എന്തും കൊടുക്കുക. അപ്പോൾ ഇതിലിവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വെബ് ആപ്ലിക്കേഷന് ഫോർഗോട്ട് പാസ്വേഡ് ടോക്കണെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കണില്ല. ഏത് യൂസർ നെയിം ആണോ ആ അപ്പോൾ ഇവിടെ നമ്മൾ യൂസർ നെയിമിൽ എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് ആ യൂസറിൻ്റെ പാസ്വേഡ് എന്ത് ചെയ്യും, ഈ വെബ് ആപ്ലിക്കേഷന് റീസെറ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്തു, കാർലോസായിട്ട് സക്സസ്ഫുള്ളി നമ്മൾ ലോഗിൻ ആവുകയും ചെയ്തു. അപ്പോൾ ഈ ലാബ് ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത ലാബിനെ പറ്റി പറയാം.